ഹരേ കൃഷ്ണ. അധ്യാത്മരാമായണത്തിലെ ശ്രീരാമ അഭിഷേകാരംഭത്തിലെ ഏതാനും വരികളാണ് ഇന്ന് പറയുന്നത്. നന്നു നന്നത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ. ത്വൽപാദ പങ്കജ തീർത്ഥം തരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൻ. ത്വൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനം ഭൂപതേ. നന്ന് എത്രയും നിന്നുടെ വാക്കുകൾ. അതായത് വസിഷ്ഠ മുനി ശ്രീരാമദേവനെ കണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ വസിഷ്ഠ തപോധനെ കുറിച്ച് വസിഷ്ഠ തപോധനോട് തിരിച്ച് ശ്രീരാമദേവൻ പറയുന്ന വാക്കുകൾ നല്ലതാണ്, അല്ലെങ്കിൽ നീ പറഞ്ഞത് അത്രയും നല്ല വാക്കുകളാണ് എന്ന് മഹാമുനി പറയുന്നു. നൃപാത്മജ ത്വൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ, അങ്ങയുടെ കാലിലെ തീർത്ഥങ്ങൾ ധരിക്കുകയാൽ, അതായത് കാല് കഴുകി ആ തീർത്ഥം ധരിക്കുന്നതുകൊണ്ട് ദർപ്പകവൈരിയും ധന്യനായിടിനാൻ. ദർപ്പകവൈരി എന്ന് പറഞ്ഞാൽ കാമദേവൻ്റെ വൈരി എന്ന് പറയുമ്പോൾ ദർപ്പകൻ കാമദേവ വൈരി എന്ന് പറയുമ്പോൾ ശിവഭഗവാനാണ്. അതുപോലെ വൈരിയും ധന്യനായിടിനാൻ. ത്വൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതുമൽ പിതാവായ വിരിഞ്ചനും, വസിഷ്ഠ തപോധൻ്റെ പിതാവായ വിരിഞ്ചനും നമ്മുടെ ബ്രഹ്മദേവനും പവിത്രമായിരിക്കുന്നു എന്ന് പറയും. അതായത് വിഷ്ണു ഭഗവാന്റെ പാദതീർത്ഥങ്ങൾ കൊണ്ട് വിഷ്ണു ഭഗവാന്റെ കീഴിൽ ശ്രീ മഹാദേവനും ബ്രഹ്മദേവനും പരിശുദ്ധരായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്ന അത്രത്തോളം വിഷ്ണു ഭഗവാന്റെ പ്രാധാന്യത്തെ ഉയർത്തിക്കാട്ടുകയാണ് ഈ വരികളിലൂടെ വസിഷ്ഠ തപോധനൻ ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ കാലവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ ഗുരുനാഥന്മാരുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ അത്രത്തോളം തന്നെ വ്യാപ്തിയും മഹത്വവും അതിനുണ്ടാവും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും സദാ വന്ദിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം എന്നുകൂടി അധ്യാത്മരാമായണത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ എഴുത്തച്ഛൻ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ.